ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ ഡ്രോയിങ് ട്യൂട്ടോറിയലാണ്. അപ്പം കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണ് വരച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ കണ്ണ് വരച്ച് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്ക് കണ്ണ് വരയ്ക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വരച്ച് ശരിയാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ മിക്കപ്പോഴും വരയ്ക്കുമ്പം ഒന്നെങ്കിൽ കണ്ണിൻ്റെ മാത്രമായിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് വരയ്ക്കാൻ എടുത്തേക്കുന്ന ആ ഒരു ഫോട്ടോയിൽ കണ്ണിൻ്റെ ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്ത് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് പിന്നെ അതായത് വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല രീതിയിൽ കണ്ണിൻ്റെ ഭാഗം വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് തോന്നുമെങ്കിൽ മാത്രം ബാക്കിയുള്ള പാർട്ടോടെ വരച്ച് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കുക. നിങ്ങൾക്ക് കണ്ണ് ബുദ്ധിമുട്ടെങ്കിൽ കണ്ണ് വരയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ മൂക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം അത് മാത്രമായിട്ട് എടുത്ത് വരയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം മൂക്ക് വരയ്ക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്നും നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓരോ പാർട്സായിട്ട് നമുക്ക് ചെയ്യാം, ഫേസ് ഫുള്ളായിട്ടല്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരച്ച് പഠിക്കുന്നവർക്ക് അത് എളുപ്പമായിരിക്കും വീഡിയോ കണ്ടു കഴിയുമ്പം അത് നോക്കിയിട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മളിതിനകത്ത് പ്രത്യേകിച്ച് മെത്തേഡൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം ഒരു കണ്ണിൻ്റെ ഷേപ്പ് ജസ്റ്റ് ഔട്ട്ലൈൻ ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷെയ്ഡൊക്കെ ചെയ്തിട്ടാണ് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നത്. ഔട്ട്ലൈൻ ഇടുമ്പോൾ നിങ്ങൾ മാക്സിമം 2B 4B ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ഡാർക്കുള്ള പെൻസിൽ ഉപയോഗിക്കേണ്ട. പിന്നെ കണ്ണിന് കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് ഡാർക്ക്നെസ് കൂടിയ പെൻസിൽ യൂസ് ചെയ്യുക. കാരണം നമുക്ക് അതിൻ്റെ കണ്ണുള്ളിലോട്ട് കുറച്ച് അതായത് കണ്ണിന് കൃഷ്ണമണിയൊക്കെ വരയ്ക്കുമ്പോൾ കുറച്ച് ഡാർക്ക്നെസ് ഉള്ള പെൻസിലും യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡൊക്കെ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ ഡാർക്ക്നെസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ വരയ്ക്കുമ്പോൾ ആ ഒരു കണ്ണിൻ്റെ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അത് അതുപോലെ ചെയ്യുക. എപ്പോഴും നിങ്ങൾ കണ്ണ് വരച്ച് പഠിക്കുമ്പോൾ മാക്സിമം കണ്ണ് നല്ലൊരു ഫോട്ടോ, അതായത് ഒന്നെങ്കിൽ കണ്ണിൻ്റെ നല്ല ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത് വരച്ച് പഠിക്കുക. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞാൽ തന്നെ നിങ്ങൾ വരയ്ക്കുന്ന ഒരു ഫോട്ടോ ആണ്, ആ ഫോട്ടോയിൽ കണ്ണ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് വരയ്ക്കാൻ പഠിക്കുക. പിന്നെ കണ്ണിൻ്റെ പീലിയൊക്കെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുടിയൊക്കെ വരയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കണ്ണിൻ്റെ പീലിയൊക്കെ ഓരോന്നായിട്ട് പെൻസിൽ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് ഓരോ കൺപീലി വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണിൻ്റെ പിരികോണം വരയ്ക്കാനുണ്ട്. അപ്പോൾ അത് വരയ്ക്കുമ്പോൾ നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് സമയത്ത് തന്നെ നമ്മൾ മുടിയൊക്കെ വരയ്ക്കുന്ന അങ്ങനെയാണ് അതുപോലെ ഒരു ലൈനായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു കണ്ണിൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വരയ്ക്കാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ ഓരോ പാർട്സ് ആയിട്ട് നമുക്ക് ട്യൂട്ടറായിട്ട് ചെയ്യാം. ചെവി വരയ്ക്കുന്ന വീഡിയോ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പല്ല് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഏതാ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. പിന്നെ നിങ്ങൾ ഓരോരുത്തരും വരയ്ക്കാം കമൻറ്റിലൊക്കെ ഞാൻ കാണാറുണ്ട്. മിക്കതും എനിക്ക് റെഫറൻസ് ഇമേജ് ഒന്നും കിട്ടാറില്ല. പിന്നെ നിങ്ങളെ കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താമസം കൊണ്ടൊക്കെയാണ് ഞാൻ ചെയ്യാൻ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ എത്ര വേണം ചെയ്യുന്നതായിരിക്കും. ഇമേജ് കിട്ടിയാൽ മതി, വലിയ താമസിക്കാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നും ഒരു ഡ്രോയിങ് അല്ലാണ്ട് ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ, അപ്പോൾ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഒരുപാട് പേർക്ക് യൂസ് ആകും ഈ ഒരു ഡ്രോയിങ്. അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.